കൊച്ചിയിൽ സിനിമാ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സർക്കാർ കേസന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചു. സംഭവത്തിൽ ഗൂഢാലോചനയില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി പോലീസ് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. വിഷയത്തെ പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കേസന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി അന്തിമവിധി പ്രഖ്യാപിച്ചത് കേസന്വേഷണത്തെ ബാധിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കൊച്ചിയിൽ സിനിമാ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയും സർക്കാർ സ്ത്രീ സുരക്ഷ അട്ടിമറിക്കുകയാണെന്ന കാര്യവും ചൂണ്ടിക്കാട്ടി പി.ടി. തോമസ് എം.എൽ.എ. ആണ് വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കായി നോട്ടീസ് നൽകിയത്. നടിക്ക് നേരെയുണ്ടായ കൊടുംക്രൂരതയെ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വെള്ളപൂശാൻ ശ്രമിക്കുന്നു. തന്റെ പ്രസ്താവനകളിൽ മുഖ്യമന്ത്രി ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണമെന്നും പി.ടി. തോമസ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും തിരുത്തലുമൊക്കെ നാടകമാണെന്നും പി.ടി. തോമസ് കൂട്ടിച്ചേർത്തു. എന്നാൽ സംഭവം അറിഞ്ഞ സമയത്ത് തന്നെ പോലീസ് കൃത്യമായി ഇടപെട്ട് ശക്തമായ നടപടി സ്വീകരിച്ചുവെന്ന മറുപടിയായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. കേസിൽ സമഗ്ര അന്വേഷണം നടത്തിവരുന്നു. എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി പരിശോധിച്ച് പഴുതടച്ച നടപടികൾ സ്വീകരിക്കും. കേസിൽ ഗൂഢാലോചന ഇല്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണിതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രതികളെ പിടികൂടിയത് തെറ്റായിപ്പോയെന്ന രീതിയിലാണ് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നത്. സംഭവത്തെ അനാവശ്യമായി രാഷ്ട്രീയവൽക്കരിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കോടതിക്ക് പോലും ആക്ഷേപമില്ല. ഒരു സ്ത്രീപീഡനവും ഈ സർക്കാർ അനുവദിക്കുകയില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിക്കുകയായിരുന്നു. കേസന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി അന്തിമവിധി പ്രഖ്യാപിച്ചുവെന്ന് പിന്നീട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കേസന്വേഷണം മുഖ്യമന്ത്രി അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം തുടർന്ന് സഭയുടെ നടുത്തളത്തിലിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ ശ്രദ്ധ ക്ഷണിക്കൽ പൂർത്തിയാക്കിയെങ്കിലും ബഹളം തുടർന്നപ്പോൾ സബ്മിഷൻ തടസ്സപ്പെട്ടു. തുടർന്ന് സ്പീക്കർ അല്പസമയത്തേക്ക് സഭ നിർത്തിവെച്ചു. സഭാകക്ഷി നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് സഭ പുനരാരംഭിച്ചപ്പോൾ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ ലംഘിക്കുകയാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിക്കുകയായിരുന്നു. ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്ത് നടി ആക്രമിക്കപ്പെട്ട വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ചോദ്യോത്തരവേളയും ബഹിഷ്കരിച്ചിരുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് ധനമന്ത്രി TM തോമസ് ഐസക് നിയമസഭയിൽ വ്യക്തമാക്കി. അവധാനതയോടെ മാത്രമേ പദ്ധതി നടപ്പാക്കൂ. കാരുണ്യ ഉൾപ്പെടെയുള്ള എല്ലാ ആരോഗ്യ പദ്ധതികളും പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും ഉപക്ഷേപത്തിന് മറുപടിയായി ഐസക് വ്യക്തമാക്കി. തൊഴിലില്ലായ്മ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ ഉപക്ഷേപത്തിന് മറുപടി നൽകി. RSSനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSന്റെ ഭീഷണി സംസ്ഥാനത്ത് വിലപ്പോകില്ല. കാലില്ലാത്തവൻ ചവിട്ടുമെന്ന് പറയുന്നത് പോലെയാണ് അവരുടെ ഭീഷണിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചില കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിനും BJPക്കും ഒരേ സ്വരമാണ്. കെ സുരേന്ദ്രന്റെ വിവാദ പ്രസംഗത്തിൽ നിയമപരമായി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നത് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. വർഗീയതയ്ക്കെതിരെ ശക്തമായ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുത്താൽ മാത്രമേ സംസ്ഥാനത്ത് മതനിരപേക്ഷത സംരക്ഷിക്കാൻ സാധിക്കൂ. എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന വിടുവായന്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചില കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിനും BJPക്കും ഒരേ സ്വരമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. RSSന്റെ ഭീഷണി സംസ്ഥാനത്ത് വിലപ്പോവില്ല. കാലില്ലാത്തവൻ ചവിട്ടുമെന്ന് പറയുന്നത് പോലെയാണ് അവരുടെ ഭീഷണി. ഒരു സ്ഥലത്ത് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ഗീർവാണമായി മാത്രമേ കാണാൻ സാധിക്കൂ. കെ സുരേന്ദ്രന്റെ വിവാദ പ്രസംഗത്തിന്റെ കാര്യത്തിൽ നിയമപരമായി എന്തു ചെയ്യാൻ സാധിക്കും എന്നത് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. RSSനെയും BJPയെയും പരോക്ഷമായി സഹായിക്കുന്ന കോൺഗ്രസിനുള്ള ശക്തമായ മറുപടിയാണ് മുതിർന്ന നേതാവ് AK ആന്റണിയുടേത്. എന്നിട്ടും തിരുത്താൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. RSSന്റെ വർഗീയത പോലെയാണ് ന്യൂനപക്ഷ വർഗീയതയും. ഏത് വർഗീയതയ്ക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. നിയമസഭയിൽ നിന്നും S. ഷീജ. പൾസർ സുനി പകർത്തിയ നടിയുടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ അഭിഭാഷകനിൽ നിന്നും ലഭിച്ച മെമ്മറി കാർഡിലുണ്ടെന്ന് സൂചന. മെമ്മറി കാർഡിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. ഒളിവിൽ പോകുന്നതിന് മുൻപായി കളമശ്ശേരിയിൽ നിന്നും സുനി പുതിയ മൊബൈൽ ഫോൺ വാങ്ങിയതായി പോലീസ് കണ്ടെത്തി. ഇതിനിടെ പ്രതികളെ വാഗമണിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതേസമയം മാർട്ടിൻ, വിജേഷ് എന്നിവരൊഴികെ മറ്റ് 4 പ്രതികളെ അടുത്ത മാസം 3 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മാർട്ടിൻ, വടിവാൾ സലീം, മണികണ്ഠൻ, പ്രദീപ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. പൾസർ സുനിയുടെ അഭിഭാഷകനിൽ നിന്ന് ലഭിച്ച മെമ്മറി കാർഡാണ് പോലീസ് തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് FSL പരിശോധനയ്ക്കായി അയച്ചത്. ഈ മെമ്മറി കാർഡിൽ സുനി പകർത്തിയ നടിയുടെ അപകീർത്തികരമായ ദൃശ്യങ്ങളുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. വെള്ള സാംസങ് ഫോൺ ഉപയോഗിച്ചാണ് ദൃശ്യങ്ങൾ എടുത്തതെന്ന് നടിയും മാർട്ടിനും പറഞ്ഞിരുന്നു. ഈ ഫോണിൽ നിന്നും മെമ്മറി കാർഡ് ഊരിമാറ്റി അഭിഭാഷകന് കൈമാറുകയായിരുന്നുവെന്ന് സുനിയും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. അഭിഭാഷകൻ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് കരുതിയാണ് മെമ്മറി കാർഡ് ഏൽപ്പിച്ചത്. കേസ് കെട്ടടങ്ങുമ്പോൾ തിരികെ വാങ്ങാമെന്നും കരുതി. എന്നാൽ ഇത് പോലീസിന്റെ കൈവശമെത്തുമെന്ന് കരുതിയിരുന്നില്ലെന്ന് സുനി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. വെള്ള സാംസങ് ഫോൺ രക്ഷപ്പെടുന്നതിനിടെ ഗോശ്രീ പാലത്തിൽ നിന്നും കായലിലേക്ക് എറിഞ്ഞു എന്നാണ് സുനിയുടെ മൊഴി. പകരം കളമശ്ശേരിയിലെ കടയിൽ നിന്നും ഒരു ഫോൺ വാങ്ങിയെന്നും മൊഴിയിലുണ്ട്.
2000 രൂപ വില വരുന്ന ഒരു ഫോണായിരുന്നു അത്. സുനിയെ കടയുടമ തിരിച്ചറിഞ്ഞു. ഇതിനിടെ പ്രതികളുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. പൾസർ സുനിയെയും ബിജീഷിനെയും വാഗമണ്ണിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇവർ ഒളിവിൽ കഴിഞ്ഞ കുന്നിൻ ചെരുവിലും ഭക്ഷണം വാങ്ങിയ കടയിലും എത്തിച്ചാണ് തെളിവെടുത്തത്. ഹോട്ടൽ ഉടമ ഇരുവരെയും തിരിച്ചറിഞ്ഞു. നാളെ ആലപ്പുഴ, കായംകുളം എന്നിവിടങ്ങളിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ABVPക്കെതിരെ കാർഗിൽ രക്തസാക്ഷിയുടെ മകൾ. ദില്ലിയിൽ ABVPക്കെതിരെ ഓൺലൈൻ ക്യാമ്പയിൻ നടത്തിയതിന് ദില്ലി സർവകലാശാല വിദ്യാർത്ഥിനിയും കാർഗിൽ രക്തസാക്ഷിയുടെ മകളുമായ ഗുൽമഹർ കൌറിനെ ബലാത്സംഗം ചെയ്യുമെന്ന് ABVP പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി. കാർഗിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ക്യാപ്റ്റൻ മാൻദീപ് സിംഗിന്റെ മകളാണ് ഗുൽമഹർ കൌർ. എന്നാൽ ABVP ഭീഷണിക്ക് മുന്നിൽ തല കുനിക്കില്ലെന്ന് ഗുൽമഹർ വ്യക്തമാക്കി. കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിയായ ക്യാപ്റ്റൻ മൻദീപ് സിംഗിന്റെ മകളാണ് ഗുർമേഹർ കൌർ. ദില്ലി സർവകലാശാല കീഴിലെ ലേഡി ശ്രീറാം കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയായ ഗുർമേഹറിനെതിരെ സോഷ്യൽ മീഡിയ വഴിയും ഫോൺ വഴിയുമാണ് ABVP വിദ്യാർത്ഥികൾ ഭീഷണി മുഴക്കുന്നത്. JNU വിദ്യാർത്ഥി നേതാവായ ഉമർ ഖാലിദിനെ കഴിഞ്ഞ ബുധനാഴ്ച സർവകലാശാല ഒരു സെമിനാറിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇതിനെതിരെ ABVP രംഗത്ത് വരികയും വിദ്യാർത്ഥികളും ABVPയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുകയും ചെയ്തു. തുടർന്ന് ABVPക്കെതിരെ ഹാഷ്ടാഗോടെ സോഷ്യൽ മീഡിയ വഴി ഗുർമോഹർ നടത്തിയ പ്രചരണം വലിയ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഭീഷണി. ഹാഷ്ടാഗ് മാറ്റിയില്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി കാർഗിൽ രക്തസാക്ഷിയുടെ മകൾ വെളിപ്പെടുത്തി. मैं कहती हूँ मुझे डर नहीं लगता, मुझे सच में नहीं लगता डर. अगर मैं ले खड़ी होंगी मुझे नहीं लगेगा. रेप थ्रेट्स के नाम पे आप ये नहीं बोल सकते कि आप हमसे डरो. सोशल मीडिया पर, फोन पर, मेरे फेसबुक मैसेंजर पर और बहुत गंदी गंदी बातें लिखी गई हैं और मुझे कहा जा रहा है कि मैं एंटी नेशनल हूँ. मुझे अपने नेशनलिज्म प्रूव करने की जरूरत नहीं है किसी को, ठीक है. पर अगर आप एक इंडियन सिटीजन को, आई एम एन इंडियन सिटीजन, को ये बोलते हो कि हम आपको मार देंगे जान से, हम आपको रेप से थ्रेट कर रहे हैं, देन आप अपनी नेशनलिज्म कंसिडर कर लो. बिकॉज आई एम नॉट एन आउटसाइडर. यू आर थ्रेटनिंग योर ओन सिटीजन्स. ABVPയെ ഭയപ്പെടുന്നില്ല എന്ന പേപ്പറിൽ എഴുതി കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ചിത്രമാണ് ഗുർമേഹർ തന്റെ പ്രൊഫൈൽ ചിത്രമാക്കിയിരിക്കുന്നത്. ഇതും സംഘപരിവാർ സംഘടനകളെ പ്രകോപിപ്പിക്കുന്നു. അച്ഛൻ കൊല്ലപ്പെടുമ്പോൾ 2 വയസ്സായിരുന്നു ഗുർമേഹറിന്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശ് 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന്. അമേഠി ഉൾപ്പെടെ 51 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 612 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ മലപ്പുറം മണ്ഡലത്തിൽ 6 മത്സരിക്കണമെന്നത് സംബന്ധിച്ച് മുസ്ലിം ലീഗിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് പാർട്ടി തീരുമാനമെടുത്ത ശേഷം പാണക്കാട് ഹൈദരലി തങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അതിനെപ്പറ്റി പാർട്ടി ചിന്തിച്ചിട്ടേ ഇല്ല. അത് സമയം വരുമ്പോൾ സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ളത് പാർട്ടി ആലോചിച്ച് തങ്ങൾ പറയും. അത് ആരെങ്കിലും ഒരാളായിരിക്കും. അതിലൊരു വലിയ കാര്യം സമയം വരുമ്പോൾ തീരുമാനിക്കാവുന്ന വിഷയമുള്ളൂ. പിന്നെ അത് ഇപ്പം ചർച്ചാ വിഷയമല്ല, അത് ഇല്ല. അങ്ങനെ ഒരു വിഷയം പാർട്ടി അക്ഷരാർത്ഥത്തിൽ ആലോചിച്ചിട്ട് തന്നെ ഇല്ല. സ്ഥാനാർത്ഥി ആരാവണം അത് ആ സമയം വരുമ്പോൾ പാർട്ടി ആലോചിച്ച് തങ്ങൾ പറയും. +2 വിദ്യാർത്ഥിനിയെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കിടെ ലാബ് അസിസ്റ്റന്റ് നഗ്നത കാട്ടി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ മൊഴിയെടുത്തു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കോൺഗ്രസ് അനുകൂല ലാബ് അസിസ്റ്റന്റ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിയായ എഴുകോൺ സ്വദേശി അദ്വാനിക്കെതിരെയാണ് കേസ്. അദ്വാനി ഒളിവിലാണ്. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ ഓർമ്മയ്ക്കായി സഹപാഠികളുടെ ടെക് ഫെസ്റ്റ് ലക്കിടി മുന്നണിക്കാവ് മൈതാനിയിൽ കൊമോസ് എന്ന പേരിൽ നടക്കുന്ന ടെക് ഫെസ്റ്റ് ജിഷ്ണുവിന്റെ അച്ഛൻ ഉദ്ഘാടനം ചെയ്തു. ജിഷ്ണു പങ്കുവച്ച സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയാണ് സഹപാഠികൾ ടെക് ഫെസ്റ്റുമായി ഒത്തുചേർന്നത്. ജിഷ്ണു പഠനശേഷം തുടങ്ങണമെന്നാഗ്രഹിച്ച കോമോസ് എന്ന കമ്പനിയുടെ പേരിലായിരുന്നു ടെക് ഫെസ്റ്റ്. നെഹ്റു കോളേജ് മാനേജ്മെന്റിന്റെയോ അധ്യാപകരുടെയോ പിന്തുണയിലായി നടന്ന പരിപാടിയായിട്ടും 100 കണക്കിന് കുട്ടികൾ പങ്കെടുത്തു. ജിഷ്ണുവിന്റെ അച്ഛനും ബന്ധുവായ ശ്രീജിത്തും ചേർന്ന് സഹപാഠികൾ ഒരുക്കിയ ടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ജിഷ്ണുവിന്റെ സഹപാഠികൾക്ക് അന്ന് മുഖമുണ്ടായിരുന്നില്ല. അന്ന് ആർക്കും മുഖമുണ്ടായിരുന്നില്ല. കറുത്ത തൂവാലയായിരുന്നു. ജിഷ്ണുവിന്റെ ചിത്രമുള്ള ഒരു കാർഡ്ബോർഡായിരുന്നു അവരുടെ മുഖം. നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് മുഖം വന്നിരിക്കുന്നു. ജിഷ്ണുവിന്റെ കുടുംബത്തിന് ഞങ്ങൾക്ക് വല്ലാതെ സന്തോഷമുണ്ട്, അതിൽ അഭിമാനമുണ്ട്. ജിഷ്ണുവിന്റെ ഓർമ്മകൾ നിറഞ്ഞു എന്ന പരിപാടിയിൽ ശബ്ദ സാന്നിധ്യമായി ജിഷ്ണു എത്തി. പിന്നെ SFIന്റെ കാര്യം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് സമരം വിജയിച്ചു എന്നും പറഞ്ഞിട്ട് വന്ന വാർത്തകളൊക്കെ തെറ്റാണ്. മിനിസ്റ്റർ അവരോട് പറഞ്ഞത്
ജസ്റ്റ് ഉറപ്പ് കൊടുത്തിട്ടേ ഉള്ളൂ. നോക്കാമെന്നൊരു ഉറപ്പ് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും പഠിച്ചോ എന്നായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്. നെഹ്റു കോളേജിനെ കൂടാതെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ടെക് ഫെസ്റ്റിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.